ഡോക്ടർ സുൽഫിയിലേക്ക് മടങ്ങിയെത്താം. എന്തായാലും സംസ്ഥാനത്ത് ഒരു മാസത്തിനിടെ 3 കുട്ടികളാണ് പേ വിഷബാധയേറ്റ് മരിച്ചത് എന്നുള്ളതാണ്. ഇതിൽ വാക്സിൻ നൽകിയിട്ടും അത് വാക്സിൻ്റെ ഡോസ് പൂർണ്ണമാകുന്നതിന് മുൻപ് തന്നെ പനി വന്ന് അത് രോഗം മൂർച്ഛിച്ചാണ് ഈ മരണത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഡോക്ടർ സുൽഫി കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ ചോദിക്കുകയായിരുന്നു, ഈ വാക്സിൻ എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് നമ്മൾ എപ്പോഴും ചർച്ച എടുക്കാറ്. കാരണം ഈ വാക്സിൻ എങ്ങനെ ഫലപ്രദമാകുന്നില്ലേ, അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതല്ലാതെ ഈ പേ വിഷബാധയ്ക്ക് മറ്റേതെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാകുമോ? ഇതിനകത്ത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യം, വൺസ് ഇൻഫെക്ഷൻ മനുഷ്യനിൽ വന്നു കഴിഞ്ഞാൽ മോർട്ടാലിറ്റി 100% ആണ്. 100% രോഗികളും മരിച്ചു പോകും റേബീസ് ബാധിതനായ. അതുകൊണ്ടാണല്ലോ നമ്മൾ വാക്സിനേഷനിലും മറ്റ് ചികിത്സയിലും ഒക്കെ തന്നെ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള 2-3 കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ചർച്ചയിൽ സൂചിപ്പിക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എനിക്കത് ഏറ്റവും അവസാനം പറയാം. ഞാൻ പെട്ടെന്ന് മറ്റു കാര്യങ്ങൾ പറയാം. മുറിവ് വന്നു കഴിഞ്ഞാൽ 15 മുതൽ 20 മിനിറ്റ് വരെ ധാരാധാരയായി ഒഴുകുന്ന വെള്ളത്തിലെ സോപ്പ് വെച്ച് കഴുകുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോയി പ്രതിരോധ വാക്സിനേഷൻ എടുക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇമ്യൂണോഗ്ലോബുലിൻ പോലുള്ള ചികിത്സ ആവശ്യമാണെങ്കിൽ അത് മുറിവുകളുള്ള എല്ലാ സൈറ്റുകളിലും എടുക്കുക എന്നുള്ളത് അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം. വാക്സിനേഷന്റെ കൃത്യമായ ഡോസേജുകൾ മുഴുവൻ എടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഒരു കാര്യം, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഏറ്റവും അവസാനം എന്ന് പറഞ്ഞത്, നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ നൽകുന്ന, ഏറ്റവും കൂടുതൽ പീപ്പട്ടി അല്ലെങ്കിൽ റാബിറ്റ് ഡോഗ് കടിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെ ഒരു സംസ്ഥാനത്ത് നമുക്ക് ഇത്രയും ഡോഗ് ബൈറ്റ്സ് ഉണ്ടാകുന്നതിന് കാരണം, അടിസ്ഥാനപരമായ കാരണത്തെക്കുറിച്ച് നമ്മുടെ സംസ്ഥാനത്തിന്റെ ശ്രദ്ധ പോകണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം എത്ര ഡോഗ്സ് ആണ് നമ്മുടെ സ്ട്രീറ്റിലുള്ളത്. സ്ട്രേ ഡോഗ്സിന്റെ ബൈറ്റ് മൂലമാണ് നമുക്ക് ഈ റേബീസ് ഉണ്ടാകുന്നത്. വീട്ടിലെ ഹൗസ് ഹോൾഡ് ഡോഗ്സിന്റെ ബൈറ്റ് മൂലം റേബീസ് ഉണ്ടാകുന്നത് വളരെ കുറവാണ്. അത് ഉണ്ടാകുന്നുണ്ട്, അത് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ തെരുവുകളിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കളുടെ എണ്ണം ഇത്രയും കൂടി നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് അതിനെതിരെ ശക്തമായ നടപടികൾ, അതൊരു പക്ഷേ പട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് മറ്റ് രീതികളായിരിക്കാം. ഈവൻ കള്ളിങ്ങിനെ കുറിച്ച് പോലും പട്ടികളെ കൊന്നൊടുക്കുന്ന ഒരു രീതിയെ എന്താ പറയാ, നമ്മുടെ രാജ്യം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പോലും എങ്ങനെ നമുക്ക് ഇത് ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് വിശദമായ ചർച്ചയും ആ കാര്യത്തിൽ കൂടുതൽ ഫോക്കസും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉറപ്പായിട്ടും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒക്കെ പറയുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെയാണ്. വാക്സിന് മാത്രം പഴിചാരാതെ ഇത്തരത്തിൽ ഈ തെരുവ് നായ്ക്കൾ വലിയ ശല്യമായി തന്നെ വരികയാണ് കുറച്ച് കാലങ്ങളായി തന്നെ. അതിൽ ഒരു തീരുമാനമാവുക എന്നുള്ളത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. വളരെ നന്ദി ഡോക്ടർ സുൽഫി പ്രതികരിച്ചതിന്. എന്തായാലും സംസ്ഥാനത്ത് 2021 11 പേരാണ് പേ വിഷബാധയേറ്റ് മരിച്ചത് എന്നുള്ള കണക്ക് വരുന്നുണ്ട്. അപ്പോഴും ഓരോ പ്രദേശത്തുമുള്ള ഈ തെരുവ് നായ്ക്കളെ നേരിടുക എങ്ങനെ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.